ഫുഡ് കിട്ടുന്ന ഒരു ഹോട്ടലുണ്ടെന്ന് മാത്രമല്ല എനിക്ക് ചേച്ചിയോട് മാത്രമായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് സാഗര മഹാലക്ഷ്മിയെ വിളിക്കുമ്പോൾ കണ്ണേട്ടനോട് അനുവാദം ചോദിച്ചിട്ട് വരാമെന്ന് സമ്മതിക്കുന്നുണ്ട് കേട്ടോ മഹാലക്ഷ്മി. അങ്ങനെ കണ്ണന്റെ അനുമതി കിട്ടുന്നതും സാഗറിനോടൊപ്പം ഹോട്ടലിലേക്ക് ഊണ് കഴിക്കാനായിട്ട് മഹാലക്ഷ്മി ചെല്ലുന്നുണ്ട്. അവിടെ എത്തുന്നതും താൻ ഒരു പെൺകുട്ടിയെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നെല്ലാം സാഗർ പറയുന്നത് കേട്ട് വളരെ സന്തോഷമാവുന്നുണ്ട് കേട്ടോ മഹാലക്ഷ്മിക്ക്. ഇത് കാണുന്ന സാഗറാണെങ്കിൽ ഇവളുടെ ഈ സന്തോഷമൊക്കെ വെറും അഭിനയാണോ, സങ്കടം ഒതുക്കി പുറമേക്ക് ചിരിക്കുകയാണോ ഇവള് ചെയ്യുന്നത് എന്നെല്ലാം സാഗറിന് മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. ഇതിനിടയിൽ എന്തായാലും കാര്യങ്ങൾ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് മേഘൻ സാഗറിന് മെസ്സേജ് അയക്കുമ്പോൾ ഒന്നും ആയില്ല എന്ന് തിരിച്ചു മറുപടി കൊടുക്കുന്നുണ്ട് സാഗർ. അവിടെ വെച്ചും സാഗറിന് മഹാലക്ഷ്മിയോട് ഒന്നും തുറന്നു പറയാനായിട്ട് കഴിയുന്നില്ല. പിന്നീട് തിരിച്ചു പോകുന്ന വഴിക്ക് ഇവിടെ അടുത്താണ് എൻ്റെ ഗസ്റ്റ് ഹൗസ്, ചേച്ചിയെ വീട്ടിലേക്ക് ക്ഷണിക്കണമെന്നും സൽക്കരിക്കണമെന്നും എനിക്ക് ആഗ്രഹമുണ്ട് എന്നെല്ലാം സാഗര പറയുമ്പോൾ സാഗര വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയെ കുറിച്ച് കൂടുതൽ അറിയണം എന്ന ആഗ്രഹമുള്ള മഹാലക്ഷ്മി ആണെങ്കിലും സാഗറിനോടൊപ്പം വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. അങ്ങനെ സാഗര തന്ത്രപൂർവ്വം മഹാലക്ഷ്മിയെ സ്വന്തം വീട്ടിലെത്തിക്കുകയാണ് കേട്ടോ. സാഗറിന്റെ ആ ചതി തിരിച്ചറിയാതെ വളരെ സന്തോഷത്തോടെ മഹാലക്ഷ്മിയും ചെല്ലുന്നുണ്ട്. അവിടെ എത്തിയതിനു ശേഷം ഇന്ന് ഇവളോട് എല്ലാം തുറന്നു പറയണമെന്ന് സാഗരം മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ സാഗറിന്റെ കൂടെ വീട്ടിലേക്ക് പോകുന്ന വിവരമൊന്നും മഹാലക്ഷ്മി കണ്ണനോട് പറഞ്ഞിട്ടില്ല. അങ്ങനെ വീട്ടിലെത്തുന്നത് മഹാലക്ഷ്മി വീടിന്റെ ഉള്ളിൽ കയറിയിട്ട് വീടെല്ലാം ചുറ്റി നടന്ന് കാണുന്നുണ്ട്. ശേഷം സാഗർ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയെ കുറിച്ച് കൂടുതലൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് മഹാലക്ഷ്മി ചോദിക്കുമ്പോൾ ഞാൻ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടി നീ തന്നെയാണ് ലച്ചു. ലച്ചു എന്ന വിളിപ്പേരോടെ ഞാൻ നിന്നെ മനസ്സിൽ കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. കണ്ണൻ സാറിനോടൊപ്പം കഴിഞ്ഞു കഴിഞ്ഞാൽ ലച്ചു നിനക്ക് നല്ലൊരു ജീവിതം, ഒരു കുടുംബ ജീവിതമോ ഒരു കുഞ്ഞോ ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് അയാളെ ഉപേക്ഷിച്ച് നീ എൻ്റെ കൂടെ വരണം എന്നുള്ള സാഗറിന്റെ വാക്കുകൾ കേട്ട് വല്ലാതെ ഷോക്കാവുന്നുണ്ട് കേട്ടോ മഹാലക്ഷ്മിക്ക്. അങ്ങനെ താൻ ഇത്ര നാളും കൂടപ്പിറപ്പിനെ പോലെ സ്നേഹിച്ച നല്ലവനാണെന്ന് വിശ്വസിച്ച് സാഗറിന്റെ മറ്റൊരു മുഖം കണ്ട് മഹാലക്ഷ്മി ശരിക്കും ഞെട്ടിത്തെരിക്കുന്നുണ്ട്. തുടർന്ന് സാഗർ മഹാലക്ഷ്മിയോട് അപമര്യാദയായിട്ട് പെരുമാറാൻ തുടങ്ങുന്നതും അയാളെ പിടിച്ച് തള്ളിയിടുന്നുണ്ട് കേട്ടോ മഹാലക്ഷ്മി. എന്നിട്ട് പറയുന്നുണ്ട് എൻ്റെ കഴുത്തിൽ കിടക്കുന്ന ഈ താലി പൊട്ടിച്ചെറിഞ്ഞ് നിന്നെ പോലുള്ള ഒരുത്തൻ്റെ കൂടെ ഞാൻ വരുമെന്ന് കരുതിയോ എന്ന് മഹാലക്ഷ്മി തുറന്നടിക്കുന്നത് കേട്ട് സാഗരം വല്ലാതാവുന്നുണ്ട് കേട്ടോ. അങ്ങനെ മഹാലക്ഷ്മിക്ക് തന്നോട് സ്നേഹമൊന്നുമില്ല എന്നുള്ള ഒരു കാര്യം സാഗരം ഇതേ നിമിഷം തിരിച്ചറിയുന്നുണ്ട്. പിന്നീട് തൻ്റെ മനസ്സിനിട്ട ആഴത്തിലുള്ള ആ മുറിവിന് അല്പം ആശ്വാസം തേടി മഹാലക്ഷ്മി കുടുംബക്ഷേത്രത്തിൽ എത്തി പ്രാർത്ഥിക്കുന്നുണ്ട്. അവിടെ വെച്ച് പതിവ് പോലെ അമ്മയെ കണ്ടുമുട്ടുന്നുണ്ട് കേട്ടോ മഹാലക്ഷ്മി. തുടർന്ന് സാഗറിനെ കുറിച്ചാണെന്ന് തോന്നുന്നു എന്തോ ഒരു ഞെട്ടിക്കുന്ന സത്യം അമ്മ മഹാലക്ഷ്മിയോട് പറയുന്നുണ്ടെങ്കിലും അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല കേട്ടോ മഹാലക്ഷ്മിക്ക്. അമ്മ ഒരിക്കലും വെറും വാക്ക് പറയാറില്ല മോളെ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ അവിടെ നിന്നും പോവുകയാണ് ചെയ്യുന്നത്.